ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇൻറ്റാഞ്ചിബിൾ പ്രോപ്പർട്ടീസ് ആണ്. അതായത് മണി വാല്യൂ ഇല്ലാത്ത ഇൻറ്റാഞ്ചിബിൾ പ്രോപ്പർട്ടീസ് അതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഇൻറ്റാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെയുള്ളവയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഗുഡ് വിൽ എന്ന് പറയില്ലേ, അല്ലേ? അതുപോലെയുള്ള. അപ്പോൾ ഈ വിച്ച് ഡു നോട്ട് ഹാവ് മണി വാല്യൂ ആൻഡ് ആർ നോട്ട് റിപ്രസെൻറ്റഡ് ബൈ എനിത്തിങ് കോൺസ്ട്രിക്ട്. അപ്പം ഫിക്റ്റീഷ്യസ് അസറ്റ്സിന് എക്സാമ്പിളാണ് പ്രിലിമിനറി എക്സ്പെൻസസ്, അക്യുമുലേറ്റഡ് ലോസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സച്ച് ലയബിലിറ്റീസ് ആർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽ പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ് ഒക്കെ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ എക്സാമ്പിൾ ലോണ് പറയാണ് അല്ലേ, അതായത് ഒരു നീണ്ട കാലത്തേക്ക് നമ്മൾ റെഡീം ചെയ്യാനുള്ള ലയബിലിറ്റീസ് ആണ് ലോങ് ടേം ലയബിലിറ്റീസ്. അതിൽ നമുക്ക് ലോൺ പറയാം. ദെൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പറേറ്റർ കൊണ്ടുവരുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടും. ലോസ് ആണെങ്കിൽ അത് കുറയ്ക്കും. ഡ്രോയിങ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കണ്ടിൻജൻ്റ് ലയബിലിറ്റീസ് ഉണ്ട്. എ കണ്ടിൻജൻ്റ് ലയബിലിറ്റി ഈസ് വൺ വിച്ച് ഈസ് നോട്ട് ആൻ ആക്ച്വൽ ലയബിലിറ്റി ബട്ട് വിച്ച് വിൽ ബിക്കം ആൻ ആക്ച്വൽ വൺ. അതായത് നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അതായത് ലയബിലിറ്റി അങ്ങനെ ആക്ച്വൽ ലയബിലിറ്റി അല്ല, അല്ലേ? അങ്ങനെയുള്ളതാണ് കണ്ടിൻജൻ്റ് ലയബിലിറ്റീസ്. എക്സാമ്പിളാണ് ക്ലെയിംസ് എഗെയിൻസ്റ്റ് ബിസിനസ് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്, ലയബിലിറ്റി ഫോർ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ബിൽ ഡിസ്കൗണ്ടഡ് നോട്ട് മെച്യൂർഡ്. ഇതൊക്കെ കണ്ടിൻജൻ്റ് ലയബിലിറ്റീസിന് എക്സാമ്പിളാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ യൂഷ്വലി ഫുട് നോട്ടായിട്ടാണ് കാണിക്കാറ്. ലയബിലിറ്റി സൈഡിൽ ഇത് കാണിക്കാറില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് പറഞ്ഞു. ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ എടുക്കുമ്പം നമ്മൾ കറണ്ട് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഗ്രൂപ്പിങ്ങും മാർഷലിങ്ങും നോക്കാം. ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഗ്രൂപ്പിങ്ങും മാർഷലിങ്ങുമാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് മീൻസ് പുട്ടിംഗ് ടുഗദർ ഐറ്റംസ് ഓഫ് എ സിമിലർ നേച്ചർ അണ്ടർ എ കോമൺ ഹെഡിങ്. അതായത് ഒരു കോമൺ ഹെഡിങ്ങിന് കീഴിൽ സിമിലർ നേച്ചറിലുള്ള ഐറ്റംസിനെ എല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പം സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഹെഡിൻ്റെ കീഴിൽ എമൗണ്ട് ഡ്യൂസ് ബൈ ഓൾ കസ്റ്റമേഴ്സ് ടു ഹൂം ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ് ആർ ബ്രോട്ട്. അപ്പം സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണോ നമ്മൾ കടത്തിന് സാധനം കിട്ടിയത് അവരുടെ എല്ലാ പേരുകളും നമ്മൾ ഒരുമിച്ച് എഴുതി കൂട്ടി എഴുതുന്നതാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. എമൗണ്ട്സ് ഡ്യൂ ടു പേഴ്സൺ ഫ്രം ഹൂം ഗുഡ്സ് ഹാവ് ബീൻ ബോട്ട് ഓൺ ക്രെഡിറ്റ്. അതായത് ബിസിനസ് ആർക്കൊക്കെയാണോ സാധനങ്ങൾ കൊടുക്കാനുള്ളത് അവരുടെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നതായി നമുക്ക് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ. ദെൻ മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ മാർഷലിംഗ് ഡിനോട്ട്സ് ദ ഓർഡറീസ് വിച്ച് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്ന ആ ഒരു ഓർഡറിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഐറ്റംസ് മാർഷലിംഗ് ചെയ്യുന്നത് ലിക്വിഡിറ്റിയുടെയും ഇൻ ദ ഓർഡർ ഓഫ് പെർഫോമൻസ്, അല്ലേ? ലിക്വിഡിറ്റി ബേസിസിൽ അല്ലെങ്കിൽ ഇൻ ദി ഓർഡർ ഓഫ് പെർഫോമൻസിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മാർഷലിംഗ് ചെയ്യാറ്. അപ്പോൾ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിമിലർ നേച്ചറുള്ള ഐറ്റംസിനെല്ലാം ഒരു കോമൺ ഹെഡിങ്ങിൻ്റെ കീഴിൽ നമ്മൾ എഴുതുന്നത്. മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ കാണിക്കുന്ന ഓരോ ഓർഡറുണ്ട് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ അല്ലെങ്കിൽ ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറയും. ഓക്കെ, പെർഫോമൻസ് അല്ല പെർമനൻസ്. പെർമനൻസിൻ്റെ ബേസിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാർഷലിംഗ് ചെയ്യാറ്. അപ്പോൾ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഓർഡർ ഓഫ് പെർമനൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ലിക്വിഡിറ്റി നോക്കാം.
മീൻസ് ദ ഓർഡർ ഇൻ വിച്ച് ദ അസറ്റ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അപ്പോൾ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഓർഡറിൽ ആദ്യം, അതായത് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റും നമ്മൾ ആദ്യം എഴുതും. അങ്ങനെ ആ ഓരോ ഓർഡറിൽ ഇങ്ങനെ എഴുതി വരുന്നത്. അതായത് ക്യാഷാണ് ഏറ്റവും ലിക്വിഡായിട്ടുള്ള ഐറ്റം അല്ലേ. അപ്പോൾ നമ്മൾ ക്യാഷാണ് ഏറ്റവും ആദ്യം കാണിക്കാറ്. എന്നിട്ട് ഏറ്റവും നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ സാധിക്കാത്തത് ലാസ്റ്റ് എഴുതും. അങ്ങനെ എഴുതുന്നതാണ്. The liabilities are shown in the order of dischargeability, priority or urgency to pay. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് കൊടുക്കാനുള്ള ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എഴുതും. മനസ്സിലായില്ലേ? അതാണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഇനി ഓർഡർ ഓഫ് പെർമനൻസിൽ പെർമനൻറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഷോൺ ഫസ്റ്റ്, ഫോളോഡ് ബൈ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റുകളും ലയബിലിറ്റീസും നമ്മൾ ആദ്യം എഴുതും, അതായത് കറണ്ട് അസറ്റ്സും ലയബിലിറ്റീസും. അപ്പം ഓർഡർ ഓഫ് ലിക്വിഡിറ്റിക്ക് റിവേഴ്സാണ് എന്ത് പറയുന്നത്, ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറയുന്നത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് have to prepare their balance sheet in the order of permanence. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഓർഡർ ഓഫ് പെർമനൻസിൻ്റെ ബേസിസിലും ഓൾ അതർ ബിസിനസ് എൻ്റർപ്രൈസസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഫോളോ ചെയ്യുന്നത് ഓർഡർ ഓഫ് പെർമനൻസും ബാക്കി എല്ലാ ബിസിനസ് എൻ്റർപ്രൈസസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ബാലൻസ് ഷീറ്റ്, പിന്നെ പാർട്ട്ണർഷിപ്പൊക്കെ ഫോളോ ചെയ്യുന്നത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയാണ്. അപ്പം ഇത് രണ്ടും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റീസിൽ ആദ്യം എന്ത് ചെയ്തും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതായത് നമ്മൾ ആദ്യം കൊടുക്കാനുള്ളതാണ്. പിന്നെ എന്താ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അങ്ങനെ. ദെൻ അസറ്റ് സൈഡിലോ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ. മനസ്സിലായില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡിറ്റിയുടെ ബേസിസിൽ. ഈ ബേസിസിലാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. ഇനി ഓർഡർ ഓഫ് പെർമനൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓർഡർ ഓഫ് പെർമനൻസിൽ വരുന്നത് ലയബിലിറ്റീസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ക്യാപിറ്റൽ എഴുതും. ക്യാപിറ്റൽ എഴുതി അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, ഡ്രോയിങ്സ് കുറച്ച് അങ്ങനെ എഴുതും. ഇതാണ് എന്ത്, ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അസറ്റിൽ നമ്മൾ ഗുഡ് വില്ല് പ്രൊമിസസ്, അതായത് ഫിക്സഡ് അസറ്റ്സ് നമ്മൾ ആദ്യം എഴുതിയല്ലേ. എന്നിട്ട് നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിയ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ഏത് സ്ലൈഡിൽ എടുക്കുമെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ആദ്യം എന്താണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്. ലാൻഡ് ആൻഡ് ബിൽഡിങ് നമ്മൾ ഏത് സൈഡിലാണ് എടുക്കുന്നത്? ലാൻഡ് ആൻഡ് ബിൽഡിങ് നമുക്കറിയാം അതൊരു അസറ്റാണ്, ഫിക്സഡ് അസറ്റാണെന്ന് അറിയാം അല്ലേ. നമ്മൾ എവിടെ എടുക്കുന്നത്? അസറ്റ് സൈഡിലാണ് എടുക്കുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിങ് നമ്മൾ എവിടെ എടുക്കും? അസറ്റ് സൈഡിൽ എടുക്കും. ദെൻ ക്ലോസിങ് സ്റ്റോക്ക് എവിടെ എടുക്കും നമ്മൾ? ക്ലോസിങ് സ്റ്റോക്ക് അസറ്റ് സൈഡിലാണ് എഴുതുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ്, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ്, സൺഡ്രി ഡെപ്റ്റേഴ്സ് ഇതിൽ വരും, അസറ്റ്സിൽ വരും. ബില്ല് റിസീവബിൾ അസറ്റിൽ വരും. ഇൻഷുറൻസ് പ്രീപെയ്ഡ് അസറ്റ്സിലാണ് വരുന്നത്. ഫർണിച്ചറും അസറ്റിൽ വരും അല്ലേ. ബാങ്ക് ലോൺ എവിടെ വരും? ലയബിലിറ്റീസിൽ വരും. ഇത് ട്രയൽ ബാലൻസ് ആണ് കേട്ടോ തന്നിരിക്കുന്നത്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എവിടെ വരും? ലയബിലിറ്റീസിൽ വരും. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസിൽ വരും. ഡ്രോയിങ്സ് ലയബിലിറ്റി, ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഇയർ
അത് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടി കാണിക്കും നെറ്റ് പ്രോഫിറ്റ്. ദെൻ മിഷനറി ആസറ്റ്സിൽ വരും. പിന്നെ ബിൽസ് പേയബിൾ എവിടെ വരും? ലയബിലിറ്റീസിൽ വരും. അതായത് ബിൽസ് പേയബിൾ നമ്മൾ കൊടുക്കാനുള്ള ബില്ലാണല്ലേ, നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല, അത് നമുക്ക് എന്താണ് ലയബിലിറ്റി ആണല്ലേ. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ എല്ലാം നമ്മൾ എന്താ എടുത്ത് എഴുതുന്നു. ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതി, ബിൽ പേയബിൾ എഴുതി, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എഴുതി, ബാങ്ക് ലോൺ എഴുതി, ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യും? നെറ്റ് പ്രോഫിറ്റ് കൂട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യും? ഡ്രോയിങ്സ് കുറയ്ക്കും. ഇതാണ് ഇവിടെ എന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. എന്ത് ചെയ്യും? ക്യാപിറ്റൽ എഴുതി, ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടി, അതിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് കുറച്ചു. അപ്പോൾ ഈ രണ്ട് സൈഡ് നമുക്ക് ഈക്വലി കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണ്, നമുക്ക് ബാലൻസായി. അതാണ് ബാലൻസ് ഷീറ്റിൽ രണ്ട് സൈഡ് എന്തായിരിക്കണം? ബാലൻസ് ആയിരിക്കണം. ഓക്കെ, താങ്ക് യു.